അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിലെ നിതിൻ രാജിന്റെ മരണം വെറുമൊരു ആത്മഹത്യയല്ല. ഒരു സ്ഥാപനവും അവിടുത്തെ അധികാരവർഗവും ചേർന്ന് നടത്തിയ ആസൂത്രിതമായിട്ടുള്ള വേട്ടയാടൽ തന്നെയാണ്. ജീവിക്കാൻ ഒരുപാട് കൊതിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയുടെ മരണം കേരള മനസാക്ഷിയെ ഞെട്ടിക്കുമ്പോൾ ഈ നിമിഷത്തിൽ ഉയർന്നത് പേടിപ്പിക്കുന്ന മറ്റു ചില ചോദ്യങ്ങൾ കൂടിയാണ്. ആരാണ് ഈ കോളേജിന്റെ യഥാർത്ഥ ഉടമ? എന്തിനാണ് പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിതിൻ രാജ് വിചാരണ ചെയ്യപ്പെട്ടത്? എന്തിനാണ് ഒരു വിദ്യാർത്ഥിയുടെ ഫോൺ അധ്യാപകർ ബലമായി പിടിച്ചുവാങ്ങിയത്? ഉത്തരങ്ങൾ തേടുമ്പോൾ തെളിയുന്നത് അങ്ങേയറ്റം ദുരൂഹമായ ഒരു ക്രിമിനൽ നെറ്റ്വർക്കാണ്. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജിന്റെ ഉടമസ്ഥാവകാശം ശരിക്ക് ആർക്കാണ്? അതുതന്നെ ഒരു വലിയ തമാശയാണ്. ഇപ്പോൾ ഉയർന്നത് ഡോക്ടർ അദ്നാന്റെ പേര്. പക്ഷേ ആരോഗ്യ സർവകലാശാലയുടെ കയ്യിൽ ഈ ഉടമകളെ കുറിച്ചുള്ള ഒരു വിവരവുമില്ല. പ്രിൻസിപ്പൽമാരെ മാത്രമാണ് തങ്ങൾക്കറിയാവുന്നത് എന്ന് പറഞ്ഞ് സർവകലാശാല തടിയൂരുന്നു. നിതിൻ മരിച്ചതിന് പിന്നാലെ കോളേജിലെ വെബ്സൈറ്റ് അപ്രത്യക്ഷമായത് എന്തിനാണ്? തെളിവുകൾ നശിപ്പിക്കാനാണോ അതോ ഒളിച്ചോടാനോ? എന്തായിരുന്നു പ്രിൻസിപ്പലിന്റെ മുറിയിലെ ക്രൂര വിചാരണ? നിതിൻ രാജ പ്രിൻസിപ്പലിന്റെ മുറിയിൽ നിന്നും കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് വരുന്ന ദൃശ്യങ്ങൾ പോലീസിന് കിട്ടിക്കഴിഞ്ഞു. എന്താണ് ആ മുറിയിൽ നടന്നത്? ലോൺ ആപ്പിന്റെ പേരും പറഞ്ഞ് ഒരു വിദ്യാർത്ഥിയെ മാനസികമായി തകർക്കാൻ ആർക്കാണ് അധികാരം കൊടുത്തത്? അധ്യാപിക ഡോക്ടർ ലത ശശിധരനും പ്രിൻസിപ്പലും ചേർന്ന് നിതിന്റെ ഫോൺ ബലമായി പരിശോധിച്ചു എന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അങ്ങനെ ഒരു വിദ്യാർത്ഥിയുടെ സ്വകാര്യതയിലേക്കൊക്കെ കടന്നു കയറാൻ ആരാണ് ഇവർക്കൊക്കെ ലൈസൻസ് കൊടുത്തത്? അധ്യാപികയ്ക്ക് വന്ന ലോൺ ആപ്പ് സന്ദേശങ്ങളുടെ ഉത്തരവാദിത്തം നിതിന്റെ തലയിൽ കെട്ടിവെച്ചതിന് പിന്നിൽ ഗൂഢാലോചനയില്ലേ എന്ന് കുടുംബം സംശയിക്കുന്നത് പോലെ ഇപ്പോൾ ചോദിക്കേണ്ടി വരും. ഈ പറയുന്ന ലോൺ ആപ്പ് ഇത് വെറും ഒരു തിരക്കഥ മാത്രമാണോ? ലോൺ ആപ്പിന്റെ പേരും പറഞ്ഞ് നിതിനെ ക്രൂശിക്കുമ്പോൾ കുടുംബം ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടിയേ ഉണ്ടാകുന്നില്ല. നിതിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഫോണിലും സമാനമായിട്ടുള്ള സന്ദേശങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നിതിൻ തന്റെ അധ്യാപികയുടെ നമ്പർ റെഫറൻസ് ആയി നൽകിയെന്ന് പറയുന്നത് എങ്ങനെയാണ് വിശ്വസിക്കുക? അപ്പോൾ ഈ അന്വേഷണം ലോൺ ആപ്പിൽ മാത്രം ഒതുക്കി യഥാർത്ഥ കുറ്റവാളികളായ അധ്യാപകരെ രക്ഷപ്പെടുത്താനാണോ ശ്രമം? സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശം വ്യക്തമാണ്. അന്വേഷണം ലോൺ ആപ്പിന് പുറത്തേക്ക് പോകണം. മരണത്തിന് ഏതാനും മിനിറ്റുകൾക്ക് മുമ്പ് പ്രിൻസിപ്പാളിനോട് സംസാരിച്ചിറങ്ങിയ നിതിന്റെ CCTV ദൃശ്യങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ അന്വേഷണ സംഘത്തിന് കിട്ടി. ഈ കൂടിക്കാഴ്ചയിൽ അധ്യാപികയ്ക്ക് വന്ന ലോൺ ആപ്പ് ഏജന്റിന്റെ സന്ദേശം കാണിച്ചുവെന്നും പരാതിയെക്കുറിച്ച് പറഞ്ഞിരുന്നുവെന്നും പ്രിൻസിപ്പൽ വിനോദ് മോനി സമ്മതിക്കുകയും ചെയ്യുന്നു. നിതിൻ ആദ്യം ഞാൻ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ നമ്മൾ ചോദിച്ചപ്പോഴേ മാഡത്തിൻ്റെ 3 പേരുടെ റെഫറൻസ് നമ്പറാണ് കൊടുത്തതെന്ന് പറഞ്ഞു. അച്ഛൻ്റെതും അമ്മയുടേതും സഹോദരിയുടേതും. പേര് ചോദിച്ചപ്പോഴാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് ലത എന്ന് പറഞ്ഞു. അപ്പം മാഡത്തിൻ്റെ പേര് ലതയാണ്. അപ്പം അതാണ് എല്ലാവർക്കും. മാഡം അപ്പം ഇമോഷണൽ ആവും ഡെഫിനറ്റ്ലി. നാച്ചുറലി മാഡം പഠിപ്പിക്കുന്നതാണ്, നല്ല ക്ലാസ് എടുക്കുന്നതാണ്, ഫസ്റ്റ് ഇയർ ഇതാണ്. ഡെഫിനറ്റ്ലി അത് മാഡം ഇത്രയും പ്രൂഫ് കാണിക്കുന്നു. ഇതിൻ്റെ ഫോട്ടോയും സാധനവും എല്ലാം മൊബൈലിലുണ്ട്. മാഡത്തിൻ്റെ മൊബൈലില്ല. ഓക്കെ. പിന്നെ അല്ലാതെ കണ്ടിന്യൂസ് ആയിട്ട് മാഡത്തിന് കോൾസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ എന്തോ മെസ്സേജ് ഫുൾ OTP അങ്ങനെയൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് ചേംബറിൽ വെച്ചും സംസാരിച്ചു. അപ്പോൾ അവർ മാഡത്തിന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ത്രട്ടനിങ് ആണ്. ഇപ്പോൾ അടയ്ക്കണം അല്ലെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചേംബറിലുണ്ടായിരുന്നത് ഈ മാഡം, പിന്നെ മറ്റൊരു മാഡം ഉണ്ടായിരുന്നു അനാട്ടമി ഡിപ്പാർട്ട്മെന്റിൽ. പിന്നെ സംഗീത മാഡം അല്ല. കുടുംബത്തെ കോളേജിൽ നിന്ന് അറിയിച്ചായിരുന്നു, വിളിച്ചായിരുന്നു, ഫോൺ ചെയ്തു. അതെ ഫോൺ ഏൽപ്പിച്ചിട്ടാണ്. അല്ല സംസാരം പുള്ളി പറഞ്ഞില്ല ഞാൻ ലോൺ അടയ്ക്കും. കാരണം എല്ലാവരും നമ്മൾ ചോദിക്കുമല്ലോ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചു. അപ്പോൾ ചോദിച്ചു, പുള്ളി പറഞ്ഞു ഞാനിങ്ങനെ മാഡത്തിൻ്റെ പേര് കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ മാഡം പറഞ്ഞു അങ്ങനെയല്ല, എൻ്റെ പേരിലാണ്. അപ്പോഴും ഈ പേര് വരുന്നപ്പം ലത അങ്ങനെ ഒരു ഇതാണ്. നിതിന്റെ മരണത്തിൽ സർവകലാശാലയ്ക്ക് തിരിച്ചറിവ് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് വൈകിയെത്തിയ ബോധമല്ലാതെ മറ്റൊന്നുമല്ല. ഇത്തരം കോളേജുകൾ തുടരണമോ വേണ്ടോ എന്ന് ആലോചിക്കേണ്ടി വരുമെന്നാണ് VC മോഹൻ കുന്നുമ്മൽ പറയുന്നത്. കോളേജ് അധികൃതർ കുടുംബത്തെ ഇതുവരെ ബന്ധപ്പെടാത്തത് ദുരൂഹമാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ഇത്രയും കാലം ഈ അരാജകത്വം കോളേജിൽ നടക്കുമ്പോൾ സർവകലാശാല എവിടെയായിരുന്നു എന്നതാണ് ചോദ്യം. കണ്ണൂർ ഡെന്റൽ കോളേജിൽ പഠിക്കുന്ന നിതിൻ രാജ് നമ്മുടെ സ്വന്തം വിദ്യാർത്ഥിയാണ്. ആ കുട്ടിയുടെ മരണം യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ദുഃഖകരമാണ്. അങ്ങനെയൊരു കാര്യം നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്തുകൊണ്ടത് സംഭവിച്ചു എന്നുള്ള കാര്യം നമുക്കെല്ലാവർക്കും അറിയേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ വിപുലമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന് നമുക്കറിയാം. യൂണിവേഴ്സിറ്റിയുടെ തലത്തിൽ അന്വേഷണം ഈ വിഷയം അറിഞ്ഞ അപ്പോൾ തന്നെ പ്രഖ്യാപിച്ചതാണ്. കൃത്യമായ നടപടി, ശക്തമായ നടപടി ആരോഗ്യ സർവകലാശാല നടത്തുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇവരുടെ ദുഃഖത്തിൽ
ഞങ്ങൾ പങ്കുചേരുന്നു. ഇത് ഒരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ മുമ്പിലോ പിന്നീടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതികർശനമായ നടപടി ഉണ്ടാകും. ഇത്തരം കോളേജുകൾ തുടരണമോ എന്നുപോലും യൂണിവേഴ്സിറ്റി ആലോചിക്കും. ഇല്ല, അന്വേഷണം ആദ്യം ആരംഭിക്കട്ടെ. അന്വേഷണത്തിന് ശേഷം നടപടികൾ ഉണ്ടാക്കും. ഏതു തരത്തിലുമുള്ള നടപടികൾ ഉണ്ടാകും. മാത്രവുമല്ല, ഈ വിഷയം ഇന്നലെ തന്നെ ബഹുമാനപ്പെട്ട കേരള ഗവർണർ ആർലേക്കർ സാർ അന്വേഷിച്ചിരുന്നു. ഇപ്പോൾ ഇന്ന് ഉച്ചകഴിഞ്ഞ് ഈ വിവരം, ഞാൻ കണ്ട കാര്യങ്ങൾ, ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഗവർണറെയും അറിയിക്കുന്നതാണ്. ഇതേസമയം അന്വേഷണം ലോൺ ആപ്പിലേക്ക് മാത്രം ചുരുങ്ങരുതെന്ന് സംസ്ഥാന പോലീസ് മേധാവി അന്വേഷണ സംഘത്തിന് നിർദ്ദേശം നൽകിയ റിപ്പോർട്ടുകളും വരുന്നു. ഈ ലോൺ ആപ്പിൽ നിന്ന് ടീച്ചർക്ക് മാത്രമല്ല സന്ദേശം എത്തിയത്. നേരത്തെ പറഞ്ഞ പോലെ നിതിൻ രാജിന്റെ അമ്മയുടെയും സഹോദരിയുടെയും ഒക്കെ ഫോണിൽ സമാനമായിട്ടുള്ള സന്ദേശങ്ങൾ എത്തി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് അധ്യാപികയുടെ നമ്പർ റെഫറൻസ് ആയി കൊടുക്കുക എന്നുള്ളത് കുടുംബം ആവർത്തിച്ച് ചോദിക്കുകയും ചെയ്യുന്നു. അതെ, തീർച്ചയായിട്ടും ഞാൻ സംശയം ഉണ്ടായിരുന്നു. കാര്യം അന്ന് കോളേജുള്ള ദിവസമാണ്. അവനെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ടുമുണ്ട്. അത് ഞങ്ങൾ അറിഞ്ഞു. ഒരു 11:30 സമയങ്ങളിൽ ഞങ്ങളെ വിളിച്ചതുമാണ് നിതിൻ. സഹോദരിമാരെ വിളിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് എമൗണ്ട് എന്തൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഫുഡ് കഴിക്കാനാണെന്ന് തോന്നുന്നു. അത് കൊടുക്കുകയും ചെയ്തു. അതിനുശേഷം പിന്നീട് അവൻ്റെ സുഹൃത്തുക്കൾ ആരോ ഒരാൾ അവനെ വിളിച്ചപ്പോൾ ഭയങ്കര ദേഷ്യത്തിലാണ് പോയത്. അത് പോയിരിക്കുന്നത് ഡെന്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് നേരെ അടുത്ത നമ്മുടെ കാഷ്വാലിറ്റി ബിൽഡിങ്ങിലേക്കാണ് നടന്നു പോകുന്ന ആ ഫ്രണ്ട് പറഞ്ഞത്. അപ്പോൾ അവിടെ മീറ്റിങ്ങിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്. അവിടെ സ്റ്റാഫ് റൂമിലേക്ക് വിളിച്ചു വരുത്തിയിട്ട് ഈ മുമ്പത്തെ ഈ ഹണി ട്രാപ്പ് വിഷയങ്ങളുണ്ടല്ലോ, അത് ആ കേസുമായിട്ട് യാതൊരു ബന്ധമില്ല ഇതിന്. അന്ന് ഞങ്ങൾ ആ മീറ്റിംഗ് എല്ലാം കഴിഞ്ഞത് അവിടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് നമ്മൾ നാട്ടിൽ വന്നതാണ്. പക്ഷെ അവന് തിരിച്ചു പോകാനൊന്നും താല്പര്യമില്ലായിരുന്നു. അവൻ അവിടെ നിൽക്കുമ്പോഴേ ഈ ക്ലാസ്സിലൂടെ എനിക്ക് പഠിക്കണ്ട, ഈ കോളേജ് വേണ്ട എന്നുള്ളൊരു മെൻറ്റാലിറ്റി ആയിരുന്നു ആ സമയത്ത് അവന്. കാരണം സ്റ്റാഫിൻ്റെ ഭാഗത്തു നിന്നാണ് കൂടുതൽ അവന് പ്രഷർ കിട്ടിക്കൊണ്ടിരുന്നത്. അവൻ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങൾക്ക് അവർ ഫോഴ്സ് ചെയ്ത് അവൻ ചെയ്തു എന്ന് വരുത്തി തീർക്കുകയാണ്. ലോൺ ആപ്പിൽ നിന്ന് പണമെടുത്തതിന്റെ പേരിൽ നിതിൻ രാജ ആത്മഹത്യ ചെയ്യില്ല എന്ന് സഹോദരി നിഖിതയും ആവർത്തിച്ചു പറയുന്നുണ്ട്. അധിക്ഷേപത്തെ തുടർന്നാണ് നിതിൻ ആത്മഹത്യ ചെയ്തത്. പുറത്തുവന്ന നിതിന്റെ ശബ്ദ സന്ദേശത്തിൽ നിന്ന് ഇക്കാര്യം വ്യക്തവുമാണ്. എന്നിട്ടും എന്തിനാണ് കോളേജ് അധികൃതർ ലോൺ ആപ്പിന്റെ കാര്യം ചൂണ്ടിക്കാട്ടി ഈ അന്വേഷണത്തിന്റെ ദിശ തന്നെ മാറ്റാൻ ശ്രമിക്കുന്നത്? ഒരിക്കലും അധ്യാപികയുടെ നമ്പർ ലോൺ ആപ്പ് ഏജന്റിന് കൈമാറിയിട്ടില്ല. അവർ നമ്പർ സംഘടിപ്പിച്ചത് ഫോൺ ഡയറക്ടറിൽ നിന്നായിരിക്കാമെന്നൊക്കെ സഹോദരി പറയുന്നു. ടീച്ചർക്ക് ലഭിച്ചതുപോലുള്ള സന്ദേശം നിതിന്റെ അമ്മയ്ക്ക് ലഭിച്ചിരുന്നു. ടീച്ചറെ ബുദ്ധിമുട്ടിക്കാൻ ഒരിക്കലും നിതിൻ ശ്രമിച്ചിട്ടില്ല എന്നുകൂടിയാണ് സഹോദരി ബിഗ് ടിവിയോട് പറയുകയും ചെയ്തത്. ആപ്പ് ലോണിൻ്റെ പേര് പറഞ്ഞിട്ട് അവൻ അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. കാര്യം അത്രയും ബോൾഡായിട്ടുള്ളൊരു കുട്ടിയാണ് അവൻ. നിങ്ങൾക്ക് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അറിയാം. അതായത് ആപ്പ് ലോണിൻ്റെ കാര്യത്തിൽ ഒരിക്കലും അവൻ ചെയ്യൂല. ആ കരഞ്ഞോണ്ട് ഇറങ്ങിപ്പോകുന്ന CCTV ദൃശ്യങ്ങളെല്ലാം കിട്ടിയിട്ടുണ്ട്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. അല്ലാതെ ഒരിക്കലും ആപ്പ് ലോണിൻ്റെ പേര് പറഞ്ഞിട്ടല്ല കൊച്ച് സൂയിസൈഡ് ചെയ്തത്. കാര്യം ഈ ആപ്പ് ലോണിൻ്റെ കാര്യം ഞങ്ങൾക്ക് അറിയാവുന്നതുമാണ്. ഞാൻ ഇതിന് പേയ്മെൻറ്റ് അടച്ചതുമാണ്, പേയ്മെൻറ്റ് അയച്ചു കൊടുത്തതുമാണ്. ഒരിക്കലും ഇവർ പറയും പോലെ ആപ്പ് ലോണിൻ്റെ ഭീഷണിയിലല്ല അവൻ മരിച്ചത്. അവിടെ എന്തോ നടന്നിട്ടുണ്ട്. 12 മണി വരെ ഞങ്ങൾക്ക് മെസ്സേജ് അയച്ചവൻ. അതിനുശേഷം മെസ്സേജും ഇല്ല. എന്ത് വിഷമമുണ്ടെങ്കിൽ അപ്പോഴും എന്നെ വിളിക്കണമെന്നാണ്. ഇങ്ങടി അന്ന് ആ റാമിൻ്റെ കാര്യം പോലും എന്നെ അപ്പോഴും വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഒരു ഓഫീസിലൊരു കാര്യമുണ്ട്, നീ ഫ്രീ ആണ്, എനിക്ക് സംസാരിക്കണം. ഞാൻ ഫുഡ് കഴിക്കണേടാ 2 മിനിറ്റ് ഞാൻ അങ്ങോട്ട് വിളിക്കുക. ഫുഡ് കഴിക്കാതെ ഞാൻ അവരെ വിളിച്ച് സംസാരിച്ച് എന്തോ അന്ന് നമ്മൾ മെയിൽ അയക്കാമെന്ന് ഞാൻ പറഞ്ഞ്, എടാ ഇന്ന് മെയിൽ അയച്ചിരുന്നെങ്കിൽ ഇന്ന് ആ ചെറുക്ക് കൊച്ചു ജീവനോടെ ഉണ്ടാകുമായിരുന്നു. എല്ലാവരും കൂടി ചേർന്ന് അവനെ കൊന്നതാണ്. ആത്മഹത്യയല്ല, നിതിൻ രാജിന്റേത് കൊലപാതകമാണ്. കൊന്നതാണെന്ന് ആവർത്തിക്കുകയാണ് സഹോദരിയും കുടുംബവും. അതോടെ പേടിച്ച് മാറി നിന്ന വിദ്യാർത്ഥികൾ കൂടി മുന്നോട്ട് വരികയാണ് നിതിന് അവസാനമായി നീതിയെങ്കിലും ഉറപ്പാക്കാൻ. മാനേജ്മെന്റ് പ്രതിനിധികൾ ചർച്ച നടത്തണമെന്ന് പറയുന്ന വിദ്യാർത്ഥികളും കൈമലർത്തുന്നുണ്ട്. മാനേജ്മെന്റ് പ്രതിനിധി ആരാണെന്നതിൽ തങ്ങൾക്ക് ഒരു വ്യക്തതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് റാമിനെ പുറത്താക്കും വരെ പ്രതിഷേധമെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. ഈ റാമിനാണ് ഈ കോളേജിലെ റാഗിംഗ് വിരുദ്ധ സമിതിയുടെ ചുമതലയുണ്ടായിരുന്നത് എന്നുകൂടിയുള്ളത് വലിയ തമാശയാണ്. ഏതായാലും റാമിന്റെ ക്ലിനിക്ക് പൂട്ടി തന്നെ ഡിവൈഎഫ്ഐയും പ്രതിഷേധം ശക്തമാക്കി. റാമിനെ കോളേജിൽ നിന്ന് പുറത്താക്കണമെന്നതിൽ ഇനി മറിച്ചൊരു തീരുമാനമില്ല. അതുകൊണ്ട് തന്നെ ആ തീരുമാനം നടപ്പാകും വരെ ഈ സമരവുമായി മുന്നോട്ട് പോകുമെന്ന് നിതിന്റെ സഹപാഠികൾ പറയുന്നത് തിരിച്ചു കിട്ടാത്ത ഒരു ജീവന് വേണ്ടിയുള്ള അവസാന നീതിക്ക് വേണ്ടിയാണ്.
നമ്മൾ ആദ്യം പ്രതികരിച്ചിരുന്ന സമയത്ത് റിട്ടൺ കംപ്ലൈൻറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കോപ്പിയാണിത്. അതിന് ഡോക്ടർ റാമിനെതിരുള്ളതാണ്. ഇതിൽ അന്ന് ഞാൻ പ്രതികരിച്ചിരുന്ന, നമ്മളെ കോളേജിൽ പലരും പ്രതികരിച്ചിരുന്ന ബോഡി ഷേമിങ്ങിനെ പറ്റിയും സ്കിൻ കളറിനെ പറ്റിയും ഡ്യൂ ടു ഹെർ അപ്പിയറൻസ് ഫാറ്റി ബിക്കോസ് ഷി വാസ് എ ലിറ്റിൽ തിക്ക്, പിന്നെ ഇമോഷണൽ ആൻഡ് മെന്റൽ അബ്യൂസ്, ഒരു ബാച്ച് മുഴുവൻ കൊടുത്ത കംപ്ലൈന്റ് ആണ്. ഇന്നലത്തെ ഒരു പ്രതികരണത്തിന് ശേഷം നമ്മുടെ ജിമെയിലേക്ക് കളക്ട് ചെയ്തിട്ടുള്ള കംപ്ലൈന്റ്സ്, ഇൻസിഡന്റിന് ശേഷം കളക്ട് ചെയ്താണ് ഇത്രയും പരാതി നമ്മൾ ഇൻസിഡന്റിന് ശേഷം കളക്ട് ചെയ്തിട്ടുള്ളതാണ്. നമ്മളിത് മാനേജ്മെന്റിൻ്റെ അടുത്ത് സംസാരിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇത്ര നേരമായിട്ട് പോലും മാനേജ്മെന്റിന്റെ സൈഡിൽ നിന്ന് ഒരു തരത്തിലും നമുക്ക് പോസിറ്റീവായിട്ട് നമ്മളെ ഇതൊന്ന് സബ്മിറ്റ് ചെയ്യാൻ പോലും ഇവിടെ മാനേജ്മെന്റ് എത്തിച്ചേർന്നിട്ടില്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് പോലും എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് റേസ് ചെയ്യണമെങ്കിൽ അവർക്ക് പോലും ആക്സസിബിൾ അല്ല ഇവിടുത്തെ മാനേജ്മെന്റ്. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും ഇവിടുത്തെ മാനേജ്മെന്റ് എത്തിച്ചേർന്നിട്ടില്ല. ഇവിടുന്ന് അവരെ അയച്ച സാറ് വിളിച്ചിട്ടും അവർ വന്നിട്ടില്ല. ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഒരാവശ്യം മാത്രമാണ് ഡോക്ടർ റാം എന്ന വ്യക്തിയെ പുറത്താക്കേണ്ടത്. പക്ഷെ ഞങ്ങൾക്ക് അതിനുപരി അതുമാത്രമല്ല കുറേ അധികം ഇതുകളുമുണ്ട്. മാനേജ്മെന്റ് ആരാന്ന് ഞങ്ങൾക്ക് അറിയില്ല. ഇതുവരെ ഒരു കാര്യത്തിന് പോലും മാനേജ്മെന്റ് ഞങ്ങൾക്ക് ആക്സസ് ഇല്ല. ഇവിടുത്തെ സീനിയർ സ്റ്റാഫിന് ആക്സസ് ഇല്ല. പ്രിൻസിപ്പൾ വിളിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ഇപ്പൊ പോലും ഞങ്ങൾ ഇങ്ങോട്ട് പറഞ്ഞു വിട്ട് സാറ് സംസാരിച്ചിട്ട് പോലും മാനേജ്മെന്റ് 1 മണിക്കൂറിൽ കൂടുതലായി മീറ്റിംഗ് ആയിട്ട് ഒരാൾ പോലും ഇങ്ങോട്ട് വന്നിട്ടില്ല. ഒരു റെസ്പോൺസ് പോലും തന്നിട്ടില്ല. അവര് എന്തൊക്കെയോ നമുക്കറിയില്ല അവരെന്താണ് ആരാണ് ഒന്നും അറിയില്ല. മെയിൻ ഡിമാൻഡ് എന്ന് പറയുന്നത് റാം സാറിന്റെ എതിരെ ആക്ഷൻ എടുക്കുക എന്നുള്ളതാണ്. അത് മാത്രമല്ല, കുറേ ദിവസങ്ങളായി മാധ്യമങ്ങളിൽ നിന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കോളേജിൽ നിന്ന് പ്രതികരിച്ച ആരും നിതിൻ്റെ വീട്ടിലോട്ട് പോകുന്നില്ല എന്നുള്ളതായിരുന്നു. അതിന് മെയിനായിട്ടുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോളേജിൽ നിന്ന് മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നമുക്കൊരു സപ്പോർട്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ഇവിടുന്ന് പൊക്കോട്ടെ എന്ന് ചോദിക്കുമ്പോഴും അവർ പറയുന്നത് അറ്റ് യുവർ ഓൺ റിസ്ക് എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ അങ്ങനത്തുള്ളൊരു മാനേജ്മെൻറ്റിന് നമുക്ക് ഇങ്ങനെ അംഗീകരിക്കാൻ കഴിയില്ല. ക്ലാസ്സുകളൊക്കെ ഞങ്ങൾ ഈ എല്ലാ പ്രശ്നങ്ങളും തീരുന്നത് വരെ ഞങ്ങൾ ഹൗസ് സർജൻസ് ഉൾപ്പെടെ എല്ലാവരും ക്ലാസ് ബോയ്ക്കോട്ട് ചെയ്തിരിക്കുകയാണ്. റാമിനെതിരെ പുതുതായി വന്നിരിക്കുന്നത് 1-2 30ഓളം പരാതികൾ. ഇമെയിലിലേക്ക് പരാതിയുടെ പ്രളയമാണെന്ന് വിദ്യാർത്ഥികൾ. അതിലുണ്ട് കേൾക്കാൻ കൃത്യമായി ചിലത്. ഇന്ന് രാവിലെ തൊട്ട് ഇതേവരെ മാനേജ്മെൻറ്റ് ആരാണെന്നോ അവർ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. സോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ആരോടാണ് പറയേണ്ടത്? ഞങ്ങൾ രാവിലെ തന്നെ അവിടെ അഡ്മിനിസ്ട്രേറ്റർ വന്ന സമയത്ത് നമ്മൾ പറഞ്ഞു, നമുക്ക് റാം സാറിനെ ഇവിടുന്ന് ഡിസ്മിസൽ ചെയ്യണം എന്നുള്ള ലെറ്റർ എഴുതി ഒപ്പിട്ട് സൈൻ ചെയ്ത് സീൽ ചെയ്ത് വെച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ ഓഫീസിൽ നിന്ന് ഇറങ്ങുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ അദ്ദേഹത്തിന് അതിനുള്ളൊരു പവർ അതോറിറ്റി ഇല്ലാത്തത് കൊണ്ട് നമുക്കിപ്പം അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. സോ ആരാണോ ഇതിൻ്റെ അതോറിറ്റി അവർ വന്നിട്ട് നമ്മളുടെ ഈ ആവശ്യങ്ങളെല്ലാം സ്വീകരിച്ചാൽ മാത്രമേ ഞങ്ങൾ ഈ പ്രൊട്ടസ്റ്റിൽ നിന്ന് പിന്മാറുള്ളൂ. അതുവരെ ഇവിടെ ഒരു തിയറിയും വേണ്ട, ഒരു ക്ലിനിക്കില്ല, ഒരു പേഷ്യൻസിനെ എടുക്കില്ല. അതുവരെ പ്രൊട്ടസ്റ്റ് ചെയ്യും. അവൻ്റെ ജീവൻ കൊടുത്തിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ അറ്റ്ലീസ്റ്റ് അതെങ്കിലും ചെയ്യണ്ടേ? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം ശക്തമാകുമ്പോൾ ഭരണകൂടം ഉണരുന്നു. ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ഇപ്പോൾ സംസാരിക്കുന്നത് രോഹിത് ആക്ട് എന്തുകൊണ്ട് ക്യാമ്പസുകളിൽ നടപ്പാക്കുന്നില്ല എന്നാണ്. നിതിൻ രാജിന്റെ മരണത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഉറപ്പ് നൽകാതെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഫേസ്ബുക്കിൽ കുറിപ്പുമിട്ടത്. പക്ഷേ കുറ്റവാളികൾക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് എവിടെയാണ്? ജാതീയ വിവേചനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ സ്വന്തം മൂക്കിന് താഴെയുള്ള കോളേജിൽ ഒരു ദളിത് വിദ്യാർത്ഥി വേട്ടയാടപ്പെട്ടത് സർക്കാർ കാണുന്നില്ലേ? KPMS ഉയർത്തുന്ന ചോദ്യങ്ങൾ പ്രസക്തമാണ്. അധ്യാപകർക്കെതിരായ നടപടി സസ്പെൻഷനിൽ ഒതുങ്ങരുത്, അവരെ ജയിലിൽ അടയ്ക്കുക തന്നെ വേണം. ഒരു ഡോക്ടറായി തങ്ങളുടെ കുടുംബത്തെ സംരക്ഷിക്കുമെന്ന് പ്രതീക്ഷിച്ച കുടുംബത്തെ അനാഥമാക്കിയത് ഇന്നും കേരളത്തിൽ നിലനിൽക്കുന്ന ജാതിയുടെയും നിറത്തിൻ്റെയും മതത്തിൻ്റെയും പേരിലുള്ള വിവേചനമാണ്. റാമിനെ മാത്രമല്ല, അവിടുത്തെ കോളേജിലെ പ്രിൻസിപ്പൽ വിനോദ് മോനി എന്ന് പറയുന്ന പ്രിൻസിപ്പളെയും പ്രതിയാക്കണമെന്നുള്ളതാണ് KPMS ആവശ്യപ്പെടുന്നത്. പ്രതിഷേധങ്ങൾ തുടരുമ്പോൾ കണ്ണുനീർ ഉണങ്ങാതെ നിൽക്കുമ്പോൾ ഇപ്പോഴിതാ സഹായഹസ്തങ്ങൾ വരികയാണ്. നിതിന്റെ കുടുംബത്തിന് തണലൊരുങ്ങും. കുടുംബത്തിന് കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകുന്നതിന്റെ ആദ്യഘട്ടമായി 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറാൻ ഒരുങ്ങുന്നു. പ്രതിപക്ഷ നേതാവിന്റെ നിർദ്ദേശപ്രകാരം മുൻ മന്ത്രിയും അരുവിക്കരയിലെ UDF സ്ഥാനാർത്ഥിയുമായ VS ശിവകുമാർ നിതിൻ രാജിനെ നെടുമങ്ങാട്ടെ വീട്ടിലെത്തിയാണ് ചെക്ക് കൈമാറുക. അങ്ങനെ വീട് പണി തുടങ്ങിയതിനു ശേഷം 2ാം ഘട്ട തുകയും നൽകുമെന്ന് ഉറപ്പ് UDF നൽകുന്നുമുണ്ട്. നിതിൻ രാജ് മരണപ്പെട്ട സാഹചര്യത്തിൽ ആ കുടുംബത്തെ സഹായിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തു. അന്ന് പ്രതിപക്ഷ നേതാവ് ഇവിടെ വന്നപ്പോൾ തന്നെ ആ കാര്യങ്ങൾ ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. ഇന്ന് ആദ്യ ഗഡുവായി
5 ലക്ഷം രൂപ പ്രതിപക്ഷ നേതാവ് നൽകിയ ചെക്കാണ് നമ്മൾ ഇന്ന് ഇവിടെ നിതിൻ രാജിന്റെ പിതാവ് രാജന് കൈമാറിയത്. ആദ്യ ഘട്ടമാണ് നൽകിയത്. അടുത്ത ഘട്ടം ഈ വീട് നിർമ്മാണം അത് കോൺഗ്രസ് പാർട്ടി തന്നെ ഏറ്റെടുത്ത് അത് പൂർത്തീകരിക്കും. അതിന്റെ ഘട്ടം ഘട്ടമായിട്ടുള്ള സാമ്പത്തിക സഹായം ചെയ്തുകൊണ്ട് വീട് നിർമ്മാണം പൂർത്തീകരിക്കുന്നതിനാണ് പാർട്ടി നേതൃത്വം തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ CPM-ഉം വീട് നിർമ്മിച്ചു നൽകുമെന്ന് വ്യക്തമാക്കി കഴിഞ്ഞു. എ റഹീം MP അക്കാര്യം വ്യക്തമാക്കി. CPM സംസ്ഥാന സെക്രട്ടറി തന്നെ വീടിന് തറക്കല്ലിടുകയും ചെയ്യും. 19-ാം തീയതി വൈകുന്നേരം തൊട്ട് നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങും. കുടുംബം എവിടെയാണോ ആവശ്യപ്പെടുന്നത് ആ സ്ഥലത്ത് വീട് വെച്ച് നൽകും. നിതിന്റെ കുടുംബത്തിന് നീതി ഉറപ്പാക്കുമെന്നും എ റഹീം പറയുന്നുണ്ട്. ആ കുടുംബത്തിന്റെ ആശ്രയമായിരുന്നല്ലോ നിതിൻ. നിതിന്റെ മരണത്തെ തുടർന്ന് ഒറ്റപ്പെട്ടു പോകുന്ന ആ കുടുംബത്തിനെ ചേർത്ത് പിടിക്കുന്നതിൻ്റെ ഭാഗമായി അവർക്ക് CPIM വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ആ വീട് നിർമ്മിക്കുന്നത് പ്രഖ്യാപിക്കുക മാത്രമല്ല, അതിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുകയാണ്. ഇന്ന് 14-ആണ് തീയതി. 19-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ വീടിന് തറക്കല്ലിടും. തറക്കല്ലിടുന്നതിൻ്റെ പിന്നാലെ തന്നെ പിറ്റേ ദിവസം തന്നെ നിർമ്മാണ പ്രവർത്തനവും ആരംഭിക്കാനാണ് ലക്ഷ്യം വയ്ക്കുന്നത്. അത് വളരെ പെട്ടെന്ന് മിന്നൽ വേഗതയിൽ ഞങ്ങൾ ആ വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കും. ആ കുടുംബത്തിന് കൈമാറും. ആ കുടുംബം ആവശ്യപ്പെടുന്ന സ്ഥലത്തായിരിക്കും ഞങ്ങൾ വീട് വെച്ച് നൽകുക. ഏതായാലും ഇപ്പോൾ നീതി ഉറപ്പാക്കാതെ ഈ സഹായഹസ്തങ്ങൾ പുറത്തേക്ക് വന്നിട്ട് എന്താണ് കാര്യം എന്നുള്ളൊരു ചോദ്യമുണ്ട്. പക്ഷേ പ്രതിഷേധം ശക്തമായി നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ സമയത്തെങ്കിലും രാഷ്ട്രീയ സംഘടനകളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണ നിതിന്റെ കുടുംബത്തിനും അതോടൊപ്പം തന്നെ സമരം ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും കൂടിയേ തരൂ. ഒറ്റ കാര്യം ഉറപ്പാണ്, അഞ്ചരക്കണ്ടിയിൽ എന്തായാലും നടന്നുകൊണ്ടിരുന്നത് ഒരു വിദ്യാലയമല്ല, വിദ്യാർത്ഥികളെ മാനസികമായി കൊന്നു തള്ളുന്ന ഒരു കോൺസെൻട്രേഷൻ ക്യാമ്പ് തന്നെയായിരുന്നു. ഡോക്ടർ റാം ഉൾപ്പെടെയുള്ള അധ്യാപകർ ഇപ്പോഴും ഒളിവിലാണ്. അവരെ ഇപ്പോഴും സംരക്ഷിക്കുന്നത് ആരാണ്? വിദ്യാർത്ഥികളുടെ പ്രതിഷേധം കനക്കുന്നു. ഈ മരണം ലോൺ ആപ്പിന്റെ അക്കൗണ്ടിൽ എഴുതി തള്ളി രക്ഷപ്പെടാൻ ആരെയും സമ്മതിക്കില്ല. നിതിൻ രാജിന് നീതി ലഭിച്ചേ തീരൂ. ഇനിയെങ്കിലും നമുക്ക് നിതിൻ രാജിന്റെ വീട്ടിൽ നിന്ന് നമ്മുടെ പ്രതിനിധി മഹേഷ് ജോൺ മാത്യുവും അന്വേഷണത്തിന്റെ വിവരങ്ങളുമായി ഷബീർ ഒമറും ചേരുന്നുണ്ട്. ആദ്യം മഹേഷിലേക്ക്. മഹേഷ്, ആവർത്തിച്ചു പറയുന്നത് കേൾക്കുന്നു, നിതിന്റെ സഹോദരി ഈ ലോൺ ആപ്പിന്റെ പുറത്ത് എഴുതി തള്ളരുത് എന്ന്. അതായത് ഈ അന്വേഷണത്തിന്റെ ആദ്യഘട്ടം തന്നെ വഴി തിരിച്ചുവിടാനുള്ള, ദിശ മാറ്റിവിടാനുള്ള നീക്കമാണ് എന്ന് ഭയക്കുന്നുണ്ട് കുടുംബം. അത് പലപ്പോഴായി അത് പറയുകയും ചെയ്യുന്നു. ഏത് രീതിയിലാണ് നിതിന്റെ കുടുംബം ഇപ്പോൾ സംസാരിക്കുന്നത്? മാത്രമല്ല, ഈ റാമിനെ ഇതുവരെ പുറത്താക്കാനുള്ള ഒരു നടപടിയിലേക്ക് കോളേജ് കടന്നിട്ടില്ല. ഇവരെവിടെയാണെന്ന് ഇപ്പോഴും അറിയില്ല. ഈ അന്വേഷണം അട്ടിമറിക്കുന്നു, പ്രതികളെ രക്ഷപ്പെടാൻ സഹായിക്കുന്നു. എന്ത് പറയുന്നു നിതിന്റെ കുടുംബം ഇപ്പോഴും? അപർണ, വലിയ ഭയത്തിലാണ് നിതിന്റെ കുടുംബം ഇപ്പോൾ ഉള്ളത്. കാരണം നിലവിലെ സാഹചര്യത്തിൽ ആദ്യം പോലീസ് പറയുന്നു ഇതൊരു പ്രാഥമികമായ കണ്ടെത്തൽ ആത്മഹത്യയാണെന്ന്. പിന്നീട് ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നു. അത്തരത്തിൽ ഈ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട് ലോൺ എടുത്തതാണ് നിതിന്റെ മരണത്തിലേക്ക് നയിച്ചതെന്നുള്ള ആ ഒരു രീതിയിലുള്ള ഒരു കണ്ടെത്തലും അതുപോലെ തന്നെ ആ രീതിയിലേക്ക് പറഞ്ഞു വെക്കുകയായിരുന്നു പോലീസും അതുപോലെ തന്നെ മാനേജ്മെന്റും എല്ലാം. ആ ഒരു കാര്യത്തിലാണ് ഇവർക്ക് ഭയമുള്ളത്. എങ്ങനെയാണ് നിതിനെ ഇനി നീതി കിട്ടുക? നിതിൻ ആ ഒരു ലോണിന്റെ പുറത്തല്ല, ജാതി അതിശയവും അതുപോലെ തന്നെ റായിങ് അടക്കമുള്ള കാര്യങ്ങൾ പല തവണയായി നടന്നിട്ടുണ്ട്. അത് സഹോദരിയോടും അച്ഛനോടും എല്ലാം പറഞ്ഞിട്ടുമുണ്ട്. അതിന്റെ തെളിവുകളടക്കമുണ്ട്. ശബ്ദരേഖ നേരത്തെ പുറത്തു വന്നതാണ്. എന്നിട്ടും എന്തുകൊണ്ടാണ് പോലീസ് സംവിധാനങ്ങൾ അല്ലെങ്കിൽ അവിടുത്തെ കോളേജ് മാനേജ്മെന്റ് സംവിധാനങ്ങൾ ഇത്തരം ഒരു നീക്കത്തിലേക്ക് കടന്നത് എന്ന ആശങ്ക അവർ പങ്കുവെക്കുന്നുണ്ട്. ഇന്ന് സഹോദരി ഉറപ്പിച്ചു പറയുന്നുണ്ട്, പൈസയുടെ പേരിൽ എൻ്റെ അനുജൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല. അവൻ ഇതിലും വലിയ പ്രശ്നങ്ങൾ വന്ന സമയത്ത് ധൈര്യത്തോടെ നിന്ന ആളാണ്. ഇത് ഇന്ന് ഇയാളുടെ സഹോദരി ഭർത്താവും ഇന്നൊരു പ്രതികരണം നടത്തി. അതിൽ അദ്ദേഹം പറയുന്നത് ഈ CCTV ദൃശ്യങ്ങളിലടക്കം കരഞ്ഞുകൊണ്ട് നിതിൻ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്നത് കണ്ടു. ആ പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ ലോണുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് ചർച്ച ചെയ്തത്. അവിടെ ആരൊക്കെ ഉണ്ടായിരുന്നു? ലത എന്ന അധ്യാപക മാത്രമായിരുന്നോ? മറ്റാരെങ്കിലും ഉണ്ടായിരുന്നോ? എന്താണ് ഈ മരണത്തിന് 2 മണിക്കൂർ മുമ്പ് ഈ ഓഫീസ് റൂമിൽ നടന്നത്? വലിയ രീതിയിൽ മാനസികമായി നിതിനെ ഇവർ സമ്മർദ്ദത്തിലാക്കിയോ, മാനസികമായി പീഡിപ്പിച്ചോ? ആ ഒരു കാരണം കൊണ്ടാണോ നിതിൻ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയത്? അവിടെ എന്താണ് സംഭവിച്ചത്? പ്രിൻസിപ്പൽ റൂമിൽ CCTV ഉണ്ട്. ആ CCTV ദൃശ്യങ്ങൾ പുറത്ത്
പുറത്തുവിടണം. പിന്നെ നിതിൻ ഫോൺ വെച്ച് മറന്നുപോയി എന്നാണ് പ്രിൻസിപ്പൽ പറയുന്നത്. അത് തെറ്റാണ്. ആരെങ്കിലും അങ്ങനെ ഫോൺ അവിടെ മറന്നു വെച്ച് പോകുമോ എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ സഹോദരിയുടെ ഭർത്താവും ചോദിക്കുന്നുണ്ട്. അത്തരത്തിൽ വലിയ ആശങ്ക ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവർക്കുണ്ട്. ഇത് അട്ടിമറിക്കാനുള്ള ശ്രമങ്ങൾ പല ഘട്ടങ്ങളിലായി നടക്കുന്നുവെന്ന് അച്ഛനും നേരത്തെ ആരോപിച്ചതാണ്. പക്ഷേ പോലീസ് ഇതിനെക്കുറിച്ച് പറയുന്നത് കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ, കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ്. DGPയും ഇക്കാര്യത്തിൽ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു കാരണവശാലും ലോൺ ആപ്പിന്റെ പേര് പറഞ്ഞു മാത്രം ഈ കേസ് അവസാനിപ്പിക്കരുത്. നിതിൻ അനുഭവിച്ച ജാത്യധിക്ഷേപവും അതുപോലെ തന്നെ റായിങ് അടക്കമുള്ള മറ്റു കാര്യങ്ങളെല്ലാം ഈ കേസിൽ ഉൾപ്പെടുത്തണം. അതുപോലെ ആരാണോ ഇതിൽ കുറ്റക്കാരായിട്ടുള്ള ആളുകൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ളതാണ്. ഇന്നും പല കുട്ടികളും ഈ പറയുന്ന റാം എന്ന് പറയുന്ന അധ്യാപകനെതിരെ പരാതിയുമായി രംഗത്ത് വന്നിരുന്നു. അത്തരത്തിൽ വലിയ പ്രതിഷേധം കോളേജിനെതിരെ അതുപോലെ തന്നെ ഈ അധ്യാപകനെതിരെ ഉയരുന്ന സാഹചര്യമുണ്ട്. അപ്പോഴും കുടുംബം പറയുന്ന ഒരു കാര്യം, നേരത്തെ ആദ്യഘട്ടം മുതൽ പറഞ്ഞതുപോലെ തന്നെ ഈ റാം എന്ന അധ്യാപകൻ പല തവണയായി ജാതി അധിക്ഷേപം നടത്തിയതും നിറത്തിന്റെ പേരിൽ കളിയാക്കിയതും പലപ്പോഴും തെരുവുനായ എന്ന് വിളിച്ചതും ഇക്കാര്യങ്ങളെല്ലാം തന്നെ സഹോദരിമാരോട് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ ഇന്നലെ SIT സംഘം ഇവിടെ വന്ന് മൊഴിയെടുപ്പ് നടത്തിയപ്പോൾ ഒരുപക്ഷെ ഈ തെളിവുകൾ, മെസ്സേജുകളാകട്ടെ ഇല്ലെങ്കിൽ ഓഡിയോ സന്ദേശങ്ങളാകട്ടെ ഈ SIT സംഘത്തിന് കൈമാറിയിട്ടുണ്ടാകാം. വിശദമായ അന്വേഷണം നടത്തുമ്പോൾ സ്വാഭാവികമായും എപ്പോഴാണ് റാം പിടിയിലാകുന്നത് ആ ഘട്ടത്തിൽ ഈ വകുപ്പുകളെല്ലാം ചേർത്ത് റാമിനെ അറസ്റ്റ് ചെയ്യുന്ന നീക്കത്തിലേക്ക് ഒരുപക്ഷെ പോലീസ് കടന്നേക്കാം. റാം കർണാടക സ്വദേശിയാണ്. ഇപ്പോഴും എവിടെയാണെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. രണ്ടാമത്തെ അധ്യാപിക അതാണ് മഹേഷ് ഇത്രയും, അതായത് രക്ഷപ്പെടാനുള്ള വഴിയൊരുക്കി കൊടുത്തു പോലീസിന്റെ നിസ്സഹായാവസ്ഥ അല്ലെങ്കിൽ നിസ്സംഗത എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ്. അത് കുടുംബവും പറയുന്നു. മൃഗമാണ് റാം എന്നാണ് ഇന്ന് മറ്റ് വിദ്യാർത്ഥികളൊക്കെ മാധ്യമങ്ങൾക്ക് മുന്നിലടക്കം പറഞ്ഞത്. അപ്പോഴും എവിടെയാണ് ഇവർ ഒളിവിലിരിക്കുന്നത് എന്ന് കണ്ടുപിടിക്കാൻ പോലീസിന് കഴിയാത്തത് എന്തുകൊണ്ടെന്ന് കുടുംബം ചോദിക്കുന്നു. നമുക്ക് ആരോടെങ്കിലും അവിടെ സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഇതിന് എന്തെങ്കിലും പറയാവുന്നൊരു അവസ്ഥയിലാണോ അവർ? മഹേഷ് കേൾക്കാമോ? നിതിൻ രാജിന്റെ വീട്ടിൽ നിന്ന് മഹേഷ് ജോൺ മാത്യു ചേരുകയാണ്. നമുക്ക് ആ വീട്ടുകാരോട് സംസാരിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം കൂടിയാണ്. അതിൽ ഷബീർ ഒമറിൽ കൂടെ പോയ ശേഷം വരാം. ഷബീർ, അന്വേഷണം ഏത് ഘട്ടത്തിലേക്ക് എന്നുള്ളതാണ്? ഈ ലോൺ ആപ്പിൽ തൂങ്ങിയ അന്വേഷണം വഴിതിരിച്ചു വിടുന്നു എന്നുള്ള ആരോപണം പല ഭാഗത്തുനിന്ന് വരുമ്പോൾ അത് തന്നെ പ്രധാന ഫോക്കസായി മുന്നോട്ട് പോകുന്നു എന്ന് തന്നെയാണോ ഈ നിമിഷത്തിൽ മനസ്സിലാക്കേണ്ടത്? അപർണ, ഒരിക്കലുമല്ല. പ്രത്യേക അന്വേഷണ സംഘം കാര്യക്ഷമമായി തന്നെയാണ് ഈ കേസിന്റെ അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മളിന്ന് അതിരാവിലെ മുതൽ തന്നെ അഞ്ചരക്കണ്ടിയിലെ ഡെന്റൽ കോളേജിലുണ്ട്. 2 തവണയായി ഈ കേസ് അന്വേഷിക്കുന്ന ഈ സംഘത്തലവൻ കണ്ണൂർ ACPയുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം കോളേജിലെത്തി. ആദ്യം പ്രിൻസിപ്പളുമായി സംസാരിച്ചു. ഇന്നലെ തന്നെ പ്രിൻസിപ്പലിന്റെ മൊഴി രേഖപ്പെടുത്തിയിരുന്നു. ഇന്ന് അതുമായി ബന്ധപ്പെട്ട് ചേർത്ത് വെക്കാവുന്ന ചില റെക്കോർഡുകൾ കൂടി പോലീസ് സംഘം പരിശോധിച്ചു. അതിനുശേഷം മെൻസ് ഹോസ്റ്റലിൽ പോയി അവിടെ കോളേജിൽ മൊത്തം പരിശോധന നടത്തി. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സഹപാഠികളുടെ, വിദ്യാർത്ഥികളുടെ, കോളേജിലെ മറ്റ് ജീവനക്കാരുടെ എല്ലാം മൊഴി രേഖപ്പെടുത്തുന്നുണ്ട്. കൃത്യമായ അന്വേഷണത്തിലൂടെ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകും എന്ന് മാത്രമാണ് അന്വേഷണ സംഘം പറയുന്നത്. അതിനിടയ്ക്ക് ഒരു പ്രതികരണത്തിനും തയ്യാറല്ല. എന്തെല്ലാമാണ് അന്വേഷണ സംഘം നടത്തുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പ്രതികരണത്തിനും ഈ ഘട്ടത്തിൽ തയ്യാറല്ല എന്നാണ് പ്രത്യേക അന്വേഷണ സംഘം അതിലെ ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്നാലും കൃത്യമായ ഒരു അന്വേഷണം തന്നെയാണ് ഇപ്പോൾ നടക്കുന്നത്. പക്ഷേ അപ്പോഴും ഒരു ചോദ്യം പ്രസക്തമാണ്, ബാക്കിയാണ്. ഈ വലിയ കുറ്റകൃത്യം ചെയ്ത് അല്ലെങ്കിൽ നിതിൻ രാജിനെ മാത്രമല്ല വിദ്യാർത്ഥികൾ ഒന്നടങ്കം കാലങ്ങളായി അധിക്ഷേപിച്ച ഈ അധ്യാപകൻ ഡോക്ടർ റാം എവിടെ? അദ്ദേഹത്തിനോടൊപ്പം ആരോപണം നേരിടുന്ന ഡോക്ടർ സംഗീത, അധ്യാപികയായിട്ടുള്ള ഡോക്ടർ സംഗീത എവിടെ എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം നിതിൻ രാജിന്റെ മരണം സംഭവിക്കുന്നത്, അദ്ദേഹം ജീവനൊടുക്കുന്നത് വെള്ളിയാഴ്ചയാണ്. ഇപ്പോൾ ഇത്രയും ദിവസം പിന്നിട്ടിരിക്കുന്നു. അപ്പോൾ ഈ ദിവസത്തിനിടയ്ക്ക് ഇവരെന്തുകൊണ്ട് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ, ഇവർ ഒളിവിലാണെങ്കിൽ അതെവിടെയാണ് എന്ന് കണ്ടെത്താൻ പോലീസിന് എന്തുകൊണ്ട് കഴിഞ്ഞിട്ടില്ല എന്ന ചോദ്യം പ്രസക്തമാണ്. കാരണം അത്രയും അത്യാധുനിക സംവിധാനങ്ങളുണ്ട്. ആ നിലയ്ക്ക് അവരെ കണ്ടെത്താൻ പോലീസിനൊരു പ്രശ്നവും ഉണ്ടാകില്ല. പക്ഷേ ആ ചോദ്യം വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞതുപോലെ വെറും ഒരു ലോൺ ആപ്പിൽ കുരുങ്ങിക്കിടക്കില്ല ഈ പരാതി എന്ന് തന്നെ വേണം ഈ ഘട്ടത്തിൽ പറയാൻ. കാരണം ഡോക്ടർ റാമിനെതിരെ നിതിൻ രാജിന്റെ മാത്രം ആ വോയിസ് ഉള്ള ആക്ഷേപം മാത്രമല്ല, അല്ലെങ്കിൽ ആരോപണം മാത്രമല്ല, ഇന്നലെയും ഇന്നുമായി നിരവധി വിദ്യാർത്ഥികൾ അത് പ്രതികരണങ്ങളായി തന്നു. ഒപ്പം തന്നെയാണ് ഏറ്റവും പ്രസക്തമായ കാര്യം, ഇന്നിപ്പോൾ നമ്മൾ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നുള്ളൊരു
പരാതിക്കെട്ട് ബിഗ് TV പുറത്തുവിട്ടിരുന്നു. എന്ന് വെച്ചാൽ ഈ സംഭവം നടന്നതിന് ശേഷം, നിതിൻ രാജിൻ്റെ ഈ മരണം സംഭവിച്ചതിന് ശേഷം ഈ കോളേജിൽ നിലവിലുള്ള യൂണിയൻ ഭാരവാഹികൾ വിദ്യാർത്ഥികളോടായി ഒരു കാര്യം പറയുന്നു. എന്ന് വെച്ചാൽ ഡോക്ടർ റാമിനെതിരെ അല്ലെങ്കിൽ ഈ കോളേജിലെ ഏതെങ്കിലും അധ്യാപകരിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, എന്തെങ്കിലും തരത്തിലുള്ള മോശം പെരുമാറ്റം അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഇമെയിൽ മുഖാന്തരം യൂണിയനെ അറിയിക്കാം. അതിൽ ഔദ്യോഗികമായ ഒരു സ്വഭാവത്തിൽ തന്നെ അതൊരു കൂട്ടായ പരാതിയായി കോളേജിൻ്റെ മാനേജ്മെൻറ്റിന് സമർപ്പിക്കാമെന്ന് കോളേജ് യൂണിയൻ അറിയിക്കുന്നു. അങ്ങനെ ഒരു അറിയിപ്പ് നൽകി മണിക്കൂറുകൾക്കുള്ളിൽ ഡോക്ടർ റാമിനെതിരെ മാത്രം ഏതാണ്ട് 30-ലധികം പരാതികൾ ഈ കോളേജിലെ വിദ്യാർത്ഥികൾ നൽകി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഡോക്ടർ റാമിൽ മാത്രം ഒതുങ്ങുന്നില്ല എന്നുള്ളത് കൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം. അവിടെ തന്നെയുള്ള മറ്റ് അധ്യാപകർക്കെതിരെയും ഏതാണ്ട് 60ഓളം പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ പറയുന്നു. പക്ഷേ ഈ പരാതികൾ ലഭിച്ചു, ഇത് എവിടെ കൊടുക്കണമെന്ന കാര്യത്തിൽ വിദ്യാർത്ഥികൾക്ക് സംശയമുണ്ട്. കാരണം അങ്കലാപ്പുണ്ട്. ഈ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഈ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് എവിടെ എന്ന ചോദ്യത്തിന് ഇപ്പോഴും മറുപടി കിട്ടിയിട്ടില്ല, ഉത്തരം കിട്ടിയിട്ടില്ല. അവർ ഇതുവരേക്കും വെളിച്ചത്തേക്ക് വന്നിട്ടില്ല. അവരും കൂടി ഒളിവിൽ കഴിയുന്ന ഒരു സ്ഥിതി കൂടിയുണ്ട്. അപ്പോൾ അതായത് അതാണ് ഷബീർ, അതാണ് ഈ മാനേജ്മെന്റ് ആരാണ്, ഇത്രയും ഉണ്ടായിട്ടും ഒരു മാനേജ്മെന്റ് ആരാണ് പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്നു എന്നുള്ളൊരു വലിയ തമാശ ഇവിടെ നടക്കുകയാണ്. അന്വേഷണ സംഘം അത് ഏത് തരത്തിലാണ് കണക്കാക്കുന്നത്? ഇത് ഈ മാനേജ്മെന്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ പോലും പുറത്തു വരാതെ നിൽക്കുമ്പോൾ, അതിൽ പലരും കൈയൊഴിയുന്ന ഒരു സാഹചര്യങ്ങൾ വരുമ്പോൾ, ഇതുപോലും അന്വേഷണത്തിന്റെ കൃത്യമായിട്ടുള്ള ആ ഒരു ഏരിയയിൽ വരുന്നുണ്ടോ? അപർണ, തീർച്ചയായും ഇത് അന്വേഷണ പരിധിയിൽ വരിക തന്നെ ചെയ്യും. കാരണം ഇതിനെല്ലാം ആത്യന്തികമായി ഉത്തരം പറയേണ്ടത് കോളേജിൻ്റെ മാനേജ്മെൻറ്റ് തന്നെയാണ്. കാരണം നേരത്തെയും 1 വർഷം മുമ്പും ഡോക്ടർ റാമിനെതിരെ മാനേജ്മെൻറ്റിന് ഒരു പരാതി കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ആ പരാതിയുടെ കോപ്പി നമ്മൾ നേരത്തെ കാണിച്ചതാണ്. അന്ന് ഡോക്ടർ റാം സസ്പെൻഷൻ നേരിട്ടിട്ടുണ്ട് എന്ന് വിദ്യാർത്ഥികൾ സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ആരോപണ വിധേയനായ അധ്യാപകനെ ഏത് തരത്തിലാണ് പിന്നീട് തിരികെ എടുത്തത്, അയാൾ ചെയ്തുകൊണ്ടിരുന്നത് എന്താണോ അതിനേക്കാൾ കഠിനമായി, അതിനേക്കാൾ ക്രൂരമായി വിദ്യാർത്ഥികളോട് ചെയ്യാൻ എന്താണോ പ്രേരിപ്പിച്ചത്, എന്താണോ സംരക്ഷണയായത് എന്ന ചോദ്യത്തിന് സ്വാഭാവികമായും മാനേജ്മെന്റിന്റെ പ്രതിനിധികൾ, മാനേജ്മെന്റ് മറുപടി പറയേണ്ടി വരും. ഒപ്പം തന്നെയാണ് ഈ കോളേജുമായി ബന്ധപ്പെട്ട് മാനേജ്മെന്റിന്റെ കാര്യം പറയുമ്പോൾ എടുത്തു പറയേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത്, ആരാണ് ഇത് നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഈ നിമിഷം വരെയും അവ്യക്തത തുടരുന്നുണ്ട്. നമ്മൾ ഇവരുടെ ഈ വെബ്സൈറ്റ് എല്ലാം പരിശോധിക്കുമ്പോൾ, അല്ലെങ്കിൽ ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോൾ, ആരോഗ്യ സർവകലാശാലയിലും എല്ലാമുള്ള ഔദ്യോഗിക രേഖകൾ പരിശോധിക്കുമ്പോൾ ചിലർ പേരുകൾ കാണുന്നുണ്ട്, ചില വ്യക്തികളുടെ വിവരങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അവരൊന്നുമല്ല നിലവിലെ മാനേജ്മെന്റ് എന്നാണ് പ്രിൻസിപ്പൽ തന്നെ വിദ്യാർത്ഥികളോടും നമ്മളോടും പറഞ്ഞത്. അപ്പോൾ ആ പേരുകാരൻ ആരാണ്, എങ്ങനെയാണ് അയാളുടെ കയ്യിലേക്ക് നടത്തിപ്പ് വന്നത് എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ ആശുപത്രി നടത്തുന്നവർ മറുപടി പറയേണ്ടി വരും. അത് സ്വാഭാവികമായും ഈ കേസ് അന്വേഷണത്തിന്റെ ഭാഗമായി വരും. കാരണം സമഗ്രമായ ഒരു അന്വേഷണം ഇക്കാര്യത്തിൽ ആവശ്യമാണ്. ഇത് കേവലം നിതിൻ രാജിന്റെ മാത്രം പ്രശ്നമായി ഈ ഘട്ടത്തിൽ കാണാൻ കഴിയില്ല. കാരണം അത്രയധികം വിദ്യാർത്ഥികൾ ഈ നിലയ്ക്ക് അവിടെ നിന്ന് മാനസിക പീഡനം, ക്രൂരമായ അധിക്ഷേപം നേരിട്ടിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇത് മറ്റ് വിദ്യാർത്ഥികളെ കൂടി ബാധിക്കുന്ന വിഷയമാണ്. ആ നിലയ്ക്ക് മാനേജ്മെന്റ് കൂടി ഈ വിഷയത്തിൽ ഉത്തരവാദികളാണ്. വിദ്യാർത്ഥികൾക്ക് പരാതി പറയാൻ ഒരു സംവിധാനം അവിടെ ഉണ്ടായിട്ടില്ല. നേരത്തെ പറഞ്ഞു, റാഗിംഗ് വിരുദ്ധ സമിതിയുടെ അല്ലെങ്കിൽ ഈ പരാതി പരിഹാര സെല്ലിൻ്റെ എല്ലാം ആളുകൾ അവിടെ ഉണ്ട്. പക്ഷേ ആ നിലയ്ക്ക് ഒരു സംവിധാനം അവിടെ പ്രവർത്തിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. കാരണം മാനേജ്മെന്റ് തന്നെ അപ്രത്യക്ഷമാണ്. വിദ്യാർത്ഥികൾക്ക് അറിയില്ല ആരാണ് ഈ മാനേജ്മെന്റ്, ആരാണ് ഇത്. മാനേജ്മെന്റും അപ്രത്യക്ഷമാണ്. കോളേജിന്റെ വെബ്സൈറ്റ് എങ്ങനെ അപ്രത്യക്ഷമായി എന്നുള്ള ചോദ്യം പിന്നെ പ്രസക്തവുമല്ല. ഏതായാലും നിതിൻ രാജിന്റെ വീട്ടിൽ നിന്ന് വീണ്ടും മഹേഷ് മാത്യുവിലേക്ക്. മഹേഷ്, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും തരത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള വീഴ്ച, അത് വലിയ തരത്തിൽ ഈ 2 ദിവസം കാണിച്ച നിസ്സംഗത പ്രതികൾ രക്ഷപ്പെടാൻ ഇടയാക്കിയത്, എങ്ങനെയാണ് കുടുംബം പ്രതികരിക്കുന്നത്? നമുക്ക് അവരോട് സംസാരിക്കാൻ പറ്റിയിരുന്നോ? അപർണ, തുടക്കം മുതൽ തന്നെ നമ്മൾ ഈ കാര്യത്തിൽ അവരുടെ പ്രതികരണം തേടിയതാണ്. ഓരോ ഘട്ടത്തിലും, അന്വേഷണത്തിന്റെ ഓരോ ഘട്ടത്തിലും ഈ സംഭവം നടക്കുന്നത് പിന്നാലെയും അച്ഛനും സഹോദരിമാരും അതുപോലെ തന്നെ സഹോദരി ഭർത്താക്കന്മാരെല്ലാം കൃത്യമായി ഈ വിഷയങ്ങൾ നമ്മളോട് പറഞ്ഞിരുന്നു. ഇതിൽ ഏറ്റവും അവസാനമായി ഇപ്പോൾ ഇവർ പറയുന്ന കാര്യം, ഈ മീറ്റിംഗ് റൂമിൽ വിളിച്ചു വരുത്തി, പ്രിൻസിപ്പലിന്റെ ഓഫീസിൽ വിളിച്ചു വരുത്തി അവസാനം സംഭവിച്ചത് എന്താണ്, ആ വിഷ്വലുകൾ ഇവർക്ക് കാണണമെന്നാണ് പറയുന്നത്. അത് പ്രിൻസിപ്പലിന്റെ ഓഫീസ് റൂമിൽ അവിടെ CCTV ക്യാമറ ഉണ്ട് എന്നത് സഹോദരി ഭർത്താവ് പറയുന്നുണ്ട്. അദ്ദേഹം നേരത്തെ അവിടെ പോയപ്പോൾ കണ്ടിട്ടുണ്ട്. അത് അവിടെ എന്താണ് സംഭവിച്ചെന്നുള്ള കാര്യം പോലീസ് അവിടെ നിന്ന് എടുക്കണമെന്നാണ് ഇവർ പറയുന്നത്. നേരത്തെ ആദ്യഘട്ടത്തിൽ ആരോപണം എന്ന് പറയുന്നത്, ഈ മരണം സംഭവിച്ച ആദ്യ ദിവസം കൃത്യമായ ഒരു തെളിവെടുപ്പോ കൃത്യമായി CCTV അടക്കം ശേഖരിക്കുന്ന കാര്യങ്ങളിലോ പോലീസ് ഒരു വ്യഗ്രത കാണിച്ചില്ല. പോലീസ് വലിയ കാര്യമായി ഈ വിഷയത്തെ എടുത്തില്ല എന്നുള്ളതാണ്. ഇത്രയും വലിയൊരു സംഭവം, അതും 21 വയസ്സുകാരനായ ഒരു കുട്ടി, അതും പഠിക്കുന്ന കോളേജിന് മുകളിൽ നിന്ന് വീണ് മരിക്കുന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് ഈ ചക്കരക്കൽ പോലീസ് അവിടെ എത്തുകയും
കൃത്യമായ മൊഴിയെടുക്കുകയും മൊഴി രേഖപ്പെടുത്തുകയും അതുപോലെ തന്നെ ഈ CCTV ദൃശ്യങ്ങൾ ശേഖരിക്കാത്തതെന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതൊരു പക്ഷേ ഈ കേസ് അട്ടിമറിക്കാനുള്ള ശ്രമമായിരുന്നു എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആശങ്കയെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവർ പിന്നീട് നേരിട്ട് DGPയെ കണ്ടുപോലും പരാതി നൽകിയത്. അതിൽ ഈ DGP കണ്ട പരാതി നൽകുമ്പോൾ ഇതിൽ സഹോദരി ഭർത്താവായ അശോക് കുമാർ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇൻക്വസ്റ്റ് സമയത്ത് താൻ അവിടെ ഉണ്ടായിരുന്നു. നിതിൻ്റെ ശരീരത്തിൽ ചില മുറിവുകൾ ഉണ്ടായിരുന്നു. ആ മുറിവുകളിൽ തനിക്ക് സംശയമുണ്ട്. ഒരുപക്ഷെ റാഗിങ്ങിന്റെ ഭാഗമായോ ഇല്ലെങ്കിൽ എന്തെങ്കിലും മർദ്ദനത്തിന്റെ ഭാഗമായോ ഉണ്ടായതാണോ എന്നുള്ളതാണ് സംശയമെന്നാണ് അദ്ദേഹം പറയുന്നത്. പോലീസിന്റെ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വാരിയലുകൾ ഒടിഞ്ഞ് അത് ലങ്സിൽ കയറിയാണ് മരണകാരണമെന്നാണ് പറയുന്നത്. വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇതുവരെയും വന്നിട്ടില്ല. എന്തായാലും ഈ ഒരു അശോക് കുമാർ ഉന്നയിച്ച ഈ ഒരു വലിയൊരു ആരോപണം അത് പോലീസ് കാര്യമായി തന്നെയാണ് കാണുന്നത്. DGP പ്രത്യേക നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഇക്കാര്യത്തിൽ. അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രി അടക്കം കാണുന്ന ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ കുടുംബം മാറിയിട്ടുണ്ട്. ആ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടുണ്ട്. ഒരുപക്ഷെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് എത്തുന്ന മുറയ്ക്ക് മുഖ്യമന്ത്രിയെ നേരിട്ട് കണ്ട് പരാതി ബോധിപ്പിക്കുകയും ചെയ്യും. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ തുടക്കം മുതലിനകത്ത് കൃത്യമായ ഇടപെടൽ നടത്തി. അതിന് പിന്നാലെയാണ് DGP ഇടപെട്ടുകൊണ്ട് ഒരു SIT നിയോഗിക്കുന്നത്. SITയുടെ അന്വേഷണ സംഘം 3 പേരടങ്ങുന്ന സംഘം ഇവിടെ വന്ന് മൊഴിയെടുപ്പ് അടക്കമുള്ള കാര്യങ്ങൾ നടത്തി തിരിച്ചു പോവുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. അതെന്തായാലും പോലീസിന് ഇനി ഇക്കാര്യത്തിൽ യാതൊരു വീഴ്ചയും വരുത്താൻ പറ്റുകയില്ല. കാരണം SC/ST കമ്മീഷൻ ഇതിൽ ഇടപെട്ടു, മനുഷ്യാവകാശ കമ്മീഷൻ ഇടപെട്ടു, യുവജന കമ്മീഷൻ ഇടപെട്ടു. അതുപോലെ തന്നെ പ്രതിപക്ഷ പാർട്ടികളടക്കം വലിയ രീതിയിൽ ഇതിനെതിരെ വിമർശനവുമായി രംഗത്തെത്തി. പ്രതിപക്ഷ നേതാവ് ഇക്കാര്യത്തിൽ പ്രതികരണം നടത്തി. അവസാനം ഇപ്പോൾ ഏറ്റവും അവസാനമായി പ്രതിപക്ഷ നേതാവ് ഒരു കോൺഗ്രസ് പാർട്ടി തന്നെ ഒരു വീട് വെച്ചു കൊടുക്കുന്ന ഒരു നിലയിലേക്ക് മാറിയിട്ടുണ്ട്. അവരുടെ അച്ഛനും അമ്മയ്ക്കും ഇതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു പിന്തുണ എന്ന രീതിയിലാണ് ഇപ്പോൾ ഒരു വീട് വെച്ചു കൊടുക്കാനുള്ള തീരുമാനമായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ CPM ഇപ്പോൾ ഇതിൻ്റെ കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകാം. 19-ാം തീയതി അതിൻ്റെ തറക്കല്ലിട്ട് സംസ്ഥാന സെക്രട്ടറി തന്നെ തറക്കല്ലിടാൻ ഇവിടേക്ക് എത്തുമെന്നുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എന്തു തന്നെ ആയാലും എന്തൊക്കെ സഹായം നൽകിയാലും ഇതിൻ്റെ ജീവൻ തിരിച്ചു കിട്ടില്ല. പക്ഷേ ആ വിഷമങ്ങൾ, മാതാപിതാക്കളുടെ വിഷമം ഒരു കാരണവശാലും മാറാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും ഇതൊരു സഹായം എന്ന രീതിയിലെങ്കിലും അവർക്ക് കിട്ടട്ടെ എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്കുള്ളത്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇത് തുടങ്ങിയതല്ലേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലും വീഴ്ച വന്നു കഴിഞ്ഞാൽ ലോൺ ആപ്പുമായി ബന്ധപ്പെട്ട കാര്യം മാത്രം എടുത്തിട്ട് ഏതായാലും മഹേഷ് ജോൺ മാത്യു വിവരങ്ങൾ നൽകുന്നത്.